നടപ്പിനും വ്യായാമത്തിനും ഒക്കെ. ഏകദേശം 15,000 ആൾക്കാർ വരും എന്നതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, വിദ്യാർത്ഥികൾ മാത്രം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ വേസ്റ്റിംഗ് മാനേജ്മെന്റ് ആണ്. എല്ലാ വേദികളിലും അല്ലെങ്കിൽ ഓരോരോ അകൽച്ചിട്ടാണെങ്കിലും നമുക്ക് ബോട്ടിൽ ബൂത്ത് സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടകളിൽ വേസ്റ്റ് ഇടാൻ പറ്റുന്നൊരു സംവിധാനമുണ്ട്. എന്തായാലും ഉത്സവപ്പറമ്പ് പോലെയാണ് എന്തായാലും കലോത്സവ വേദികൾ. ഐസ്ക്രീം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം അതിന്റെ വേസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് രീതിയിൽ ഡസ്റ്റ്ബിനിൽ നിക്ഷേപിക്കാനായിട്ട് ബോട്ടിൽ ബൂത്തും വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചേച്ചിമാർ പറഞ്ഞത് തൊഴിലുറപ്പിന്റെ ചേച്ചിമാരാണ്. ഞങ്ങൾക്ക് ഫുഡ് തന്നാൽ മതി, ഞങ്ങൾ എന്തോരം വേണേലും പണിയെടുത്തോളാന്നാണ് ചേച്ചിമാരും പറഞ്ഞിരിക്കുന്നത്. അതിനൊരു അവർക്ക് ഈ കലോത്സവം കാണണമെന്നുണ്ട്. പക്ഷെ അവർ എന്തായാലും ജോലിക്കും പോകണമല്ലോ. അപ്പൊ അതുകൊണ്ട് 2 മണി വരെ അവർക്ക് ജോലി. അത് അപ്പം എനിക്ക് തോന്നുന്നു അവര് 3 മണിയുടെ ഇനങ്ങളൊക്കെ അവരെന്തായാലും ആസ്വദിക്കും. 3 മണിക്ക് അതിനായിട്ട് അവർ ഇവിടെ വന്ന് ഏതാന്ന് വെച്ചാൽ ചിലപ്പം നോക്കിയിട്ട് ഭരതനാട്യമോ അല്ലെങ്കിൽ മോഹിനിയാട്ടോ അത് നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഇനങ്ങളൊക്കെ. എന്തായാലും ജോലിയാണ് പ്രധാനം. അപ്പം അവരും കഴിച്ചിട്ടില്ല, നമ്മളും കഴിച്ചിട്ടില്ല, നമുക്കും കഴിക്കണം. അപ്പം ഇവിടെ ആൾക്കാരങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. രാവിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടി 9 മണിക്കുള്ള ആ മേളം, ഇലഞ്ഞിത്തറ മേളം, അതേപോലെ ഈ കുടമാറ്റം. നമ്മുടെ പ്രാമാണികരൊക്കെ അത്യാവശ്യം കിഴക്കൂട്ടനിയന്മാരും ഒക്കെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് 10 മണിയോടുകൂടി മുഖ്യമന്ത്രി എത്തും. നമ്മുടെ ഉദ്ഘാടന പരിപാടി സ്വാഗതഗാനം. ഈ സ്വാഗതഗാനം നമ്മുടെ ഗാനരചയിതാവ് BK ഹരിനാരായണൻ എഴുതിയ സ്വാഗതഗാനമാണ്. അത് അവതരിപ്പിക്കുന്നത് കലാമണ്ഡലത്തിലെ കുട്ടികളല്ലേ? കലാമണ്ഡലത്തിലെ കുട്ടികളുടെ ആ അവതരണം. അതിനുശേഷം ഈ മുഖ്യമന്ത്രിയുടെ 2 വാക്കുകൾ കേൾക്കാം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, ശിവൻകുട്ടി മിനിസ്റ്ററുണ്ട്, രാജൻ മിനിസ്റ്ററുണ്ട്, ബിന്ദു ടീച്ചറുണ്ട്. പിന്നെ അങ്ങനെ താഴേക്ക് ഒരു വലിയ പട്ടികയുണ്ട്. ചിഞ്ചുറാണി, ഈ രാജീവ്, സുരേഷ് ഗോപിയുണ്ട്. അയ്യോ, സുരേഷ് ഗോപി നമ്മൾ വിട്ടുപോയി. ഇവിടെ തൃശ്ശൂര് വന്ന് രാജ മിനിസ്റ്ററുടെ കാര്യം പറഞ്ഞു, ബിന്ദു ടീച്ചറുടെ കാര്യം പറഞ്ഞു, തൃശ്ശൂർ എടുത്ത സുരേഷ് ഗോപിയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ല. കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിന് ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ സുരേഷ് ഗോപി ഇല്ലാതെ സുരേഷ് ഗോപി അതാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും സുരേഷ് ഗോപി ഉണ്ട്, ആർ ബിന്ദു ഉണ്ട്, റോഷി അഗസ്റ്റിൻ ഉണ്ട്, കെ കൃഷ്ണൻകുട്ടിയുണ്ട്. ഇന്ന് അരങ്ങതകർക്കുന്ന കുട്ടികളെ ആരെങ്കിലും സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അത് മാത്രമല്ല, നമ്മുടെ കലവറയൊക്കെ സജീവമാണോ? ഇന്ന് എന്തൊക്കെയാണ് പരിപാടികൾ? കലവറ സജീവമാണോന്ന് നോക്കിയിട്ട് വരണം. നമുക്ക് കലവറ സജീവമാണോന്ന് നോക്കണം. അത് അത്യാവശ്യമായിട്ട് നമുക്കൊന്ന് അറിയേണ്ടതാ, അറിയാൻ വേണ്ടിട്ടല്ലേ. ഒരേ സമയത്ത് 4,000 പേർക്ക് മൊത്തത്തിൽ ഒരു ദിവസം 60,000 പേർക്ക് വരെ ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന പാകത്തിനാണ് അവിടെ ക്രമീകരണങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ പഴയടം തിരുമേനി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എന്താ ഫുഡ് എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും അറിയണം. പക്ഷേ നമ്മുടെ മത്സരാർത്ഥികളൊക്കെ മെല്ലെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അവർ രാവിലെ എനിക്ക് തോന്നുന്നു രാവിലത്തെ ഈ മത്സരങ്ങളുണ്ടല്ലോ, ഒന്നിപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട മത്സരം മോഹിനിയാട്ടമാണ്. അപ്പൊ മോഹിനിയാട്ടത്തിന് എന്തായാലും കുറച്ച് അധികം സമയം വേണം. മേക്കപ്പിനൊക്കെ സംഘനൃത്തത്തിനൊക്കെ സമയം ഉള്ളത് കൊണ്ടാണ് നമുക്ക് കുട്ടികളെയൊക്കെ കുട്ടികളെ ഒന്നും കാണാത്തത് അതുകൊണ്ടാണ്. ഉണ്ട്, ഈ പല ഭാഗങ്ങളിലെ ഇങ്ങനെ ചിതറി നിൽക്കുന്നുണ്ട്. അതേപോലെ രാവിലെ അമ്പലത്തിൽ പോയി, ഇന്നിപ്പം ഒരു മത്സരമൊക്കെയാ, സ്റ്റേറ്റ് സംസ്ഥാന കലോത്സവ. അമ്പലത്തിൽ പോകാൻ പിന്നെ വലിയ പാടില്ല. തിരുവമ്പാടിയുണ്ട്, പാറമേക്കാവുണ്ട്. ക്ഷമിക്കണം, തിരുവമ്പാടിയല്ല, വടക്കുന്നാഥ്. ഇതിപ്പോ പാറമേക്കാവില് രാവിലെ തന്നെ രേണുക പാറമേക്കാവിൽ പോകുന്ന കാര്യമൊക്കെ പറയുന്നതൊക്കെ കേട്ടു. പോയായിരുന്നു? ഇല്ല, ഞാൻ എന്തായാലും കുളിച്ച് റെഡി ആയിട്ടാണ് ലൈവിൽ വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് വടക്കനാഥനും പാറമേക്കാവും ഒന്ന് കയറി തൊഴുതേക്കാം. അതാണ് വിചാരിക്കണേ. അങ്ങനെയാണ് വിചാരിക്കണത്. അതെ, കഴിഞ്ഞിട്ട് പോകണം എന്നതാണ് വിചാരിക്കുന്നത്. എന്തായാലും വടക്കുനാഥന്റെ അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും മറ്റു വശത്തിൽ കൂടെ നമുക്ക് കയറാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇത്തവണത്തെ കലോത്സവത്തിന്റെ ലോഗോ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ആനയുടെയും അതോടൊപ്പം തന്നെ മേളില് കുടയുടെയും ഒരു ചിഹ്നത്തിലാണ് കലോത്സവം ഇരിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിന്റെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, തൃശ്ശൂരിന്റെ എല്ലാ കലാമൂല്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലോഗോ തന്നെയാണ് വച്ചിരിക്കുന്നത്. ഒരു സൈഡ് ആനയും അതോടൊപ്പം തന്നെ മറ്റൊരു വശത്ത് പെയിന്റിംഗ് ബ്രഷില് ഒരു കുടയും, കുടമാറ്റത്തിനൊക്കെ കാണുന്ന പോലെ വർണ്ണാഭമായ ഒരു കുടയും 64 എന്ന് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ശ്രദ്ധിച്ചൊന്ന് പ്രേക്ഷകർ നോക്കുകയാണെങ്കിൽ അതെ, 64 അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും നല്ലൊരു ലോഗോ ഡിസൈൻ തന്നെയാണ് ഇത്തവണയും ചെയ്തിരിക്കുന്നത്. 4ന്റെ ഇവിടെ ഒരു വീണ ഈ ബ്രഷ് വെച്ചിട്ട് കൊട അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. കുറച്ചുണ്ട്. ഈ കലോത്സവം തൃശ്ശൂര് മൊത്തത്തിൽ ഒരു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ജനക്കൂട്ടം തന്നെ പ്രതീക്ഷിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ സജ്ജമാണോ?
ജനസാഗരമാണ് വരുന്നത്. ഒരു ഭാഗത്തുനിന്ന് ഒഴുകി വരുന്നുണ്ട്. അതിന്റെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി. ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. കൃത്യമായിട്ട് നമ്മുടെ പോലീസ് ഏട്ടന്മാരുണ്ട്, അതേ ഭാഗത്ത് അവരുടെ പോലീസ് സ്റ്റാളുണ്ട്, അവിടെ റിഫ്രഷ്മെന്റ് സെന്റർ ഉണ്ട്, കൺട്രോൾ റൂം ഉണ്ട്. നമുക്ക് ആ ഭാഗത്തൊക്കെ അവരുടെ മീറ്റിംഗ് ഒക്കെ നടക്കുക. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവരോട് ഇപ്പം നമുക്കൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. കമ്മീഷണറൊക്കെ ഇപ്പൊ അല്പസമയത്തിനുള്ളിൽ വരും. അവരുടെ ഒരു മീറ്റിംഗ് നടക്കുവാണ്. എന്തായാലും ഇവിടുത്തെ ഗതാഗത നിയന്ത്രണമെല്ലാം കൃത്യമായ രീതിയിൽ പാലിക്കുന്നുണ്ട്. നഗരത്തിൽ അനാവശ്യമായി എത്തുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യമില്ലാതെ വെറുതെ ചുറ്റി നടക്കുന്ന വാഹനങ്ങൾ ഈ സമയമായപ്പോൾ പോലും വലിയ തിരക്കില്ല. അപ്പോൾ റോഡിലോട്ട് നോക്കിയാൽ നമ്മൾ രാവിലെ വന്നപ്പോഴും വലിയ തിരക്കില്ലായിരുന്നു. റോഡിലൊന്നും സാധാരണ ഈ നമ്മുടെ ജിഷ്ണു ക്യാമറ പേഴ്സൺ ജിഷ്ണു പറയുന്ന ഈ സമയത്തൊക്കെ സാധാരണ തിരക്കാവാറുണ്ട്. മെല്ലെ ഈ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും മെല്ലെ സാധാരണ നിലയിൽ തിരക്കാവും. ഈ റൗണ്ട് ചുറ്റി ഒന്ന് വരാനൊക്കെ വലിയ പാടാന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. നമ്മളതിന് മുമ്പ് വന്നപ്പോഴൊക്കെ അങ്ങനെ റൗണ്ട് ചുറ്റി ജിഷ്ണു അവിടെ പുറയുന്ന എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഉണ്ട്, ഇത് ഈ തിരക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്നിപ്പോ ഈ കലോത്സവമായിട്ടും എനിക്ക് തോന്നുന്നു റോഡിൽ വലിയ തിരക്കില്ല. അത് കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണം കൊണ്ടാ, അത് ആളില്ലാഞ്ഞിട്ടല്ല, ക്രമീകരണം കൊണ്ടാ. അപ്പം ആൾക്കാരുണ്ട്, എല്ലാരും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കളി 25 വേദികളുണ്ടല്ലോ. അപ്പോൾ ഈ വേദികളുടെ വിശദാംശങ്ങളൊക്കെ ഒന്ന് പറയാമോ? അത് മാത്രമല്ല ആദ്യത്തെ പരിപാടികളൊക്കെ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മളൊന്ന് പോവും. പുള്ളി ഒരു ചെറിയൊരു തിരക്കിലാ. പുള്ളി ആ വഴി അങ്ങനെ അങ്ങ് പോയി. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ രാജമിനിസ്റ്ററുടെ അടുത്തോട്ട് പോകും. രാജമിനിസ്റ്ററുടെ ഒരു പ്രതികരണമാണ് തൃശ്ശൂർ വന്ന ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത്. അതെ, എന്തായാലും മിനിസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ മിനിസ്റ്ററിനെ ഇന്നലെ വന്നപ്പോ കണ്ടില്ലായിരുന്നു. എന്തായാലും ഇപ്പൊ കണ്ടപ്പോഴാണ് എനിക്ക് ആശ്വാസമായി. നമ്മുടെ കാർന്നവരെ കണ്ടൊരു സുഖം. അതെ, മിനിസ്റ്റർ എന്തായാലും ഇപ്പോൾ അവിടെ അതെ, ആ നമ്മുടെ ലോഗോയുടെ ആ ഭാഗത്താ. അതിൽ കുറച്ചും കൂടെ ലോഗോ വ്യക്തമായിട്ട് കാണാം. ബ്രഷ് പെയിന്റിലാണ് ഈ വീണയുടെ ഒരു 6/4 വച്ചിരിക്കുന്നത്. 64. എന്തായാലും മിനിസ്റ്റർ അവിടെ എത്തിയിട്ടുണ്ട്. മിനിസ്റ്റർ എത്തിയിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മിനിസ്റ്റർ തിരക്കിലാണോ? തിരക്കാം. മത്സരം തുടങ്ങാനൊക്കെ വലിയ സമയമൊന്നുമില്ല. ഇപ്പൊ പെട്ടെന്ന് അതിനു മുമ്പ് എന്നിട്ട് മുഖ്യമന്ത്രി എങ്ങാനും ചോദിച്ചാൽ ഇതെന്താ ഇത്ര പണിയൊന്നും കഴിയില്ലെന്ന് മുഖ്യമന്ത്രി ചോദിച്ചാൽ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പം നേരത്തെ എല്ലാ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ ഇത് ലേറ്റ് ആയെന്നൊക്കെ ചോദിച്ചാൽ മറുപടി പറയണം. അപ്പം അതിന്റെ ഓട്ടത്തില്ല, പുള്ളി ഒന്നും തിരക്കില്ല. എന്തായാലും പുള്ളി വന്നോട്ടെ. പുള്ളി ഒന്ന് പുറത്തോട്ട് വന്നോട്ടെ. പുള്ളിയും ചെറിയ ഓട്ടത്തില് നമ്മൾ അവരുടെ സമയത്തിനും വില കൊടുക്കണമല്ലോ. അപ്പം കളി 25 വേദികളല്ലേ ഉള്ളത്. അപ്പോൾ ഈ വേദികളുടെ വിശദാംശങ്ങളൊക്കെ ഒന്ന് പറയാമോ? വേദികളുടെ പേര് തന്നെ അരുണിമ എന്തായാലും ഇത്തവണ